നമസ്കാരം. പത്തനാപുരത്തുകാർ നന്ദി കെട്ടവരാണെന്ന് കരുതുന്ന കുറച്ച് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതവരെ കയ്യിൽ വെച്ചിരുന്നാൽ മതി. പത്തനാപുരത്തുകാരുടെ സ്നേഹവും ബന്ധവും എന്താണെന്ന് അറിയില്ല. ഈ പ്രദേശത്ത് താമസിക്കുന്ന ചില ആളുകളറിയാം. എൻ്റെ അച്ഛൻ്റെ എച്ചിൽ നക്കിയിട്ട് നന്ദികൾ കാണിക്കുന്ന നാവികൾ ചിലരുണ്ട് എന്നുള്ളതൊഴിച്ചാൽ പത്തനാപുരത്തെ ജനങ്ങൾ സ്നേഹമുള്ളവരാണ്. എൻ്റെ അച്ഛൻ്റെ എച്ചിൽ നക്കിയിട്ട് നന്ദികൾ കാണിക്കുന്ന നാവികൾ ചിലരുണ്ട് എന്നുള്ളതൊഴിച്ചാൽ പത്തനാപുരത്തെ ജനങ്ങൾ സ്നേഹമുള്ള. ആഹാ, എത്ര സുന്ദരമായിട്ടുള്ള ഭാഷയല്ലേ. മന്ത്രിയാണ്, MLA ആണ്. സത്യത്തിൽ സുരേഷ് ഗോപി പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ വരെ വളച്ചൊടിച്ച് സുരേഷ് ഗോപി എൻ്റെ തമ്പ്രാനാണോ ഫ്യൂഡൽ മാടമ്പിയാണോ എന്ന തരത്തിലൊക്കെ ആ മനുഷ്യനെ എന്തുമാത്രം ഉപദ്രവിച്ചിട്ടുണ്ട് ചില സോ കോൾഡ് കമ്മികളും സുഡാപ്പികളും. ആ കൂടെ ഈ പറഞ്ഞ വേന്ദ്രനും. അയാളുടെ വായിൽ നിന്ന് വന്ന വാക്കുകൾ കേട്ടില്ലേ? എൻ്റെ അച്ഛൻ്റെ എച്ചിൽ നിന്ന ചില നാറുകളും നന്ദികേട് കാണിച്ചിട്ടുണ്ടെന്ന് പത്തനാപുരത്തുള്ളത്. ആരൊക്കെ സാധാരണ എച്ചിൽ കൊടുക്കാറുള്ളത്? മനുഷ്യർക്കാർക്കും എച്ചിൽ കൊടുക്കാറില്ല. എച്ചിൽ കൊടുക്കുന്നത് നായ്ക്കൾക്കാണ്. അപ്പോൾ അയാൾ പ്രയോഗിച്ച ആ പദപ്രയോഗം ആരെ ഉദ്ദേശിച്ചാണ്? ഇയാൾ ആരെന്നാണ് ഇയാൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? പത്തനാപുരത്ത് വലിയ ജന്മി തമ്പ്രാനോ അതോ അവിടുത്തെ നാട് വഴിയോ? ആയിരിക്കാം, അങ്ങനെ ആയിരിക്കാം അയാളുടെ കുടുംബമൊക്കെ വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും അവിടെയുള്ള കുടിയാന്മാരായിട്ട് കിടക്കുന്നവരൊക്കെ സ്ഥിരമായിട്ട് ജയിപ്പിച്ചു വിടുന്നത്. മനോഭാവം ഒന്ന് ആലോചിച്ച് നോക്ക്. ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിന്നിട്ടാണ് ഒരു മന്ത്രി അങ്ങേയറ്റം മ്ലേച്ഛമായ തരംതാണ തരത്തിലുള്ള ഒരു പരാമർശം അവിടെ നടത്തിയിരിക്കുന്നത്. എൻ്റെ അച്ഛൻ്റെ എച്ചിൽ നിന്ന ചില നന്ദികെട്ട നാറുകൾ പത്തനാപുരത്തുണ്ട്, അവരെ ഒഴിച്ചാൽ ബാക്കിയുള്ളവർ നന്ദിയുള്ളവരാണെന്ന്. ചുരുക്കത്തിൽ അയാൾക്ക് വോട്ട് ചെയ്യുന്നവർ സ്നേഹമുള്ളവരാണ്, അയാൾക്ക് വോട്ട് ചെയ്യാത്തവർ നന്ദിയില്ലാത്തവരാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇയാൾ ആരെന്നാണ് ഇയാളുടെ വിചാരം? എല്ലാവരും ഇയാൾക്കങ്ങ് വോട്ട് ചെയ്ത് ജയിപ്പിക്കണം എന്നാണോ ജനാധിപത്യത്തിൽ? അതാണോ ഇയാൾ ധരിച്ചു വെച്ചിരിക്കുന്ന കാര്യം? അയാൾ സകല വള്ളിയും കയറി പിടിക്കും, സകല അവിഹിതത്തിലും അയാളുടെ പേര് കാണുകയും ചെയ്യും. എന്നിട്ട് പത്തനാപുരംകാരനെ മുന്നിൽ കിടന്നുകൊണ്ട് ഈ മാടമ്പിത്തരം കാണിക്കുകയും കൂടെ ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ മാടമ്പി സ്വഭാവത്തോടെ അല്ലെങ്കിൽ നാടുവാഴിയാണ് എന്ന ഭാവത്തോടെ ജീവിക്കുകയും പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുന്ന വ്യക്തി ഈ KB ഗണേഷ് കുമാർ എന്ന് പറഞ്ഞാൽ ഈ ഇടതുപക്ഷത്തിൻ്റെ കൂടെ ഇപ്പോൾ കൂടിയിരിക്കുന്ന ഈ ഗതാഗത വകുപ്പ് മന്ത്രിയാണ്. ഇങ്ങനെയൊന്നും സുരേഷ് ഗോപി ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇങ്ങനെയൊന്നും അദ്ദേഹം പറയാനും പോകുന്നില്ല. എച്ചിൽ തിന്നിട്ട് നന്ദികേട് കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും എച്ചിൽ കൊടുക്കുന്നത് മനുഷ്യർക്കല്ല, അത് നായ്ക്കൾക്കും മറ്റുമൊക്കെയാണ്. അപ്പോൾ നായ്ക്കളെ എന്ന് തന്നെയാണ് പറയാതെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതിനെതിരെ അല്ലെങ്കിൽ ഈ ഒരു പരാമർശത്തെപ്പറ്റി ഇവിടുള്ള ഫെമിനിസ്റ്റുകളോ അല്ലെങ്കിൽ സോ കോൾഡ് ഈ സാംസ്കാരിക നായകരെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരോ ഒന്നും ഒരക്ഷരം മിണ്ടാൻ പോലില്ല. കാരണം പറഞ്ഞത് സുരേഷ് ഗോപി അല്ലല്ലോ, KB ഗണേഷ് കുമാർ അല്ലേ പറഞ്ഞത്. പക്ഷേ ഇവരുടെയൊക്കെ നിലവാരം ഈ 2026 ഇവരുടെയൊക്കെ നിലവാരം ഇതാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ്. അല്ല, ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല. പത്തനാപുരത്ത് അങ്ങനെ നടക്കുന്ന കുറേ ആളുകളും കാണും ഇപ്പോഴും റാൻ മോളി അടിയൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെയൊക്കെ ഇങ്ങനെ പഞ്ചപുച്ഛമടക്കി കുമ്പിട്ട് നിൽക്കാൻ അവിടെ ആളുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇയാൾ ഇങ്ങനെയുള്ള തരംതാണ വൃത്തികെട്ട മ്ലേച്ഛകരമായിട്ടുള്ള ചില പരാമർശങ്ങളൊക്കെ നടത്തുന്നത്. അനുഭവിക്കുക. പ്രബുദ്ധ കേരളം എന്നൊക്കെ പറഞ്ഞ്, നവോത്ഥാന കേരളം എന്നൊക്കെ പറഞ്ഞ് ഞെളിഞ്ഞിരിക്കുന്ന മലയാളികളുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പുന്നതാണ് ഇതുപോലുള്ള പരാമർശങ്ങൾ നടത്തുന്ന മന്ത്രിമാർ. അവരെ തീറ്റിപ്പോറ്റി കൂടെ കൂട്ടുന്നതോ ഇടതുപക്ഷവും. ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം ഇല്ലാഞ്ഞിട്ടൊന്നും അല്ലല്ലോ ഇതുപോലെ 1ഉം 1.5 ഉള്ള MLA ഉള്ള പാർട്ടീനെ കൂടെ കൂട്ടേണ്ട കാര്യമൊന്നും അവർക്കില്ലല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പത്തനാപുരവും കൊട്ടാരക്കരയും മാത്രമായിട്ട് നടക്കുന്ന കേരള കോൺഗ്രസ് B എന്ന് പറഞ്ഞ ഒരു പാർട്ടിയെ കൂടെ കൂട്ടുക, അവർ ചെയ്യുന്ന തെമ്മാടിത്തരത്തിൻ്റെ പഴി കൂടി ഏൽക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവുമാണ് സകലമാന ഈർക്കിലി പാർട്ടികളെയും കൂടെ കൂട്ടി ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ ഇത്രമേൽ മലീമസമാക്കിയത് ഈ രണ്ട് കൂട്ടരും ചേർന്ന് തന്നെയാണ്. സകല ഏടാകുടങ്ങളിലും ചാടുന്ന ഇവരുടെയൊക്കെ സകല അവിഹിതങ്ങളും സഹിക്കേണ്ടി വരുന്നത് ഒരുപക്ഷെ ഈ രണ്ട് പാർട്ടി. ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഒക്കെ കുറേയൊക്കെ മര്യാദയ്ക്ക് പോയേനെ. പക്ഷേ ഇവറ്റകളാണ്, ഇതുപോലുള്ളവരാണ്. ഇതുപോലുള്ളവരോട് ജനങ്ങളോടുള്ള ഭാവം തന്നെ അല്ലെങ്കിൽ അവരോടുള്ള മനോഭാവം തന്നെ നോക്കുക. തനിക്ക് വോട്ട് ചെയ്യാത്തവരെയാണ് ഉദ്ദേശിച്ച് ഇദ്ദേഹം പറയുന്നത്. വോട്ട് ചെയ്യാത്തവരും ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ് എന്ന് ഇവർക്ക് എന്നാണ് വെളിവീഴുക? മാടമ്പിത്തരമൊക്കെ അങ്ങ് കൈ വെച്ചാൽ മതി. ഇത് 2026 ഇത് തൻ്റെ പിതാവ് കുറേ ആളുകൾക്ക് ഭക്ഷണം കൊടുത്ത് കാണും, ചിലപ്പോൾ അത് കൊടുത്ത് കാണും, ഇത് കൊടുത്ത് കാണും. അതൊക്കെ അഭിമാനത്തോടെ പറയുന്നത് മനസ്സിലാക്കുക. പക്ഷേ എച്ചിൽ തിന്ന ചില നാറുകൾ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മാറി. അതൊക്കെ ചിലവാകുന്നിടത്ത് ഇറക്കിയാൽ മതി. കേരള സമൂഹത്തിൻ്റെ മുന്നിലോട്ട് ഛർദ്ദിച്ച് വെക്കണ്ട എന്ന് തന്നെയാണ് KB ഗണേഷ് കുമാറിനോട് പോലെയുള്ളവരോട് പറയാനുള്ളത്.